ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഇന്ന് നമ്മൾ സ്റ്റുഡിയോയിൽ പോകുന്നത് ബ്ലീച്ച് എന്ന് പറയുന്ന ജാപ്പനീസ് ആനിമി TV സീരീസിൻ്റെ സീസൺ 2 അതിലെ 8ാമത്തെ എപ്പിസോഡും അല്ലാത്ത എപ്പിസോഡ് നമ്പർ കൗണ്ട് 28 ആണ്. സോ ഈ വീഡിയോട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അതുപോലെ വീഡിയോക്ക് ലൈക്ക് തന്നേക്കുക. സോ നമുക്ക് നേരെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിന് കാണിക്കുന്നത് നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ ഫൈറ്റൊക്കെ കഴിഞ്ഞിട്ട് ഗാച്ചുവിനെ തപ്പി നടക്കുന്നതാണ്. സോ ഗാച്ചുവിനെ അവിടെ എങ്ങും കാണുന്നില്ല നമ്മുടെ ഇച്ചിഗോ മനസ്സിൽ വിചാരിക്കുകയാണ്, ഇനി ഗാച്ചു ആണെങ്കിൽ ആ സോൾ റിപ്പറിനോട് ഫൈറ്റ് ചെയ്തിട്ട് തോറ്റിട്ട് അവിടെ കിടന്ന് കരയൊക്കെ വല്ലതും ആണോ, അതോ ഇനി ഗാച്ചു ആ സോൾ റിപ്പറിൻ്റെ കയ്യിൽ നിന്ന് ജയിച്ചോ, എന്തായിരിക്കും അവിടെ സംഭവിച്ചതെന്നൊക്കെ നമ്മുടെ ഇച്ചിഗോ മനസ്സിൽ വിചാരിക്കുകയാണ്. അതായത് നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ ഒരു സ്ഥലത്ത് നിന്നിട്ട് മര്യാദയ്ക്ക് ശ്വാസം എടുക്കാമെന്ന് വിചാരിച്ച് നോക്കിയിരിക്കുന്ന സമയത്താണ് അവിടെ നിന്ന് കുറേ സോൾ റിപ്പേഴ്സ് നമ്മുടെ ഇച്ചിഗോനെ കാണുന്നത്. ഇച്ചിഗോനെ കണ്ടുകൊടുത്തന്നെ തന്നെ ആ സോൾ റിപ്പേഴ്സ് എല്ലാം കൂടെ നമ്മുടെ ഇച്ചിഗോന്റെ പുറകെ ഒറ്റ ഓട്ടം ഓടുകയാണ്. നമ്മുടെ ഇച്ചിഗോയെ കണ്ട വഴി വിടുകയാണ്. സോ ഗൈസ്, പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗാച്ചുവിനെയാണ്. നമ്മുടെ ഗാച്ചു ആണെങ്കിൽ വീണ്ടും മറ്റേ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി ഉള്ളതുപോലത്തെ കുരി ഉണ്ടല്ലോ, ആ കുരി വീണ്ടും കാണുകയാണ്. ഈ സ്ഥലത്ത് മൊത്തം കുരിയാണോ എന്ന് നമ്മുടെ ഗാച്ചു മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഗാച്ചുവിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്തിരുന്ന ആ സോൾ റിപ്പർ അങ്ങോട്ട് വരികയാണ്. എന്നിട്ട് പറയുകയാണ്, ഞാൻ നിന്നെ ഈ കുഴിക്കകത്തിൽ തന്നെ തെള്ളിയിട്ടിരിക്കുമെന്ന്. ഇതേ സമയം തന്നെ നമ്മുടെ ഗാച്ചു സോൾ റിപ്പറിനെ ആക്രമിക്കാൻ പോകുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ഗാച്ചുവിനെ ആ സോൾ റിപ്പർ അടിച്ച് തറയിലിടുകയാണ്. നമ്മുടെ ഗാച്ചുവിന് നല്ല രീതിയിൽ തന്നെ മുറിവ് ആ അറ്റാക്ക് കാരണം ഉണ്ടാകുകയാണ്. നമ്മുടെ ഗാച്ചുവിനെ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അതേസമയം തന്നെ നമ്മുടെ ആ സോൾ റിപ്പർ പറയുകയാണ്, നീയും മണ്ടനാണ്, നിന്റെ മറ്റേ ആ കൂട്ടുകാരനും ഉണ്ടല്ലോ അവനും ഒരു പൊട്ടനാണ്. നീ എന്നെ പൊട്ടനെന്ന് വിളിച്ചോ, പക്ഷെ അവൻ ഒരു പൊട്ടനല്ല. ഇച്ചിഗോ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അത് നിന്റെ പാർട്ട്ണറിനെ കൊന്നിട്ടായിരിക്കുമടാ പൊട്ട. ഇവിടെ ശരിക്കും മണ്ടനും പൊട്ടനും അത് നീയാണെന്ന് നമ്മുടെ ഗാച്ചു ആ സോൾ റിപ്പറിനോട് പറയുകയാണ്. അത് കേട്ടിട്ട് ആ സോൾ റിപ്പറിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ സോൾ റിപ്പർ നല്ല രീതിയിൽ തന്നെ ഒന്ന് ഞെട്ടുന്നുണ്ട്. അതൊരിക്കലും നടക്കത്തില്ല. അഥവാ ഇച്ചിഗോ എൻ്റെ പാർട്ട്ണറിനെ കൊന്നിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു പ്രശ്നമാകും എന്നാ സോൾ റിപ്പർ മനസ്സിൽ വിചാരിക്കുകയാണ്. എന്നാൽ അതേസമയം തന്നെ നമ്മുടെ ഗാച്ചു ആണെങ്കിൽ ആ സോൾ റിപ്പറിന് നേരെ ഒരു അറ്റാക്ക് സ്ട്രാറ്റജി വെച്ച് ചെയ്തിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. സോൾ റിപ്പർ അത് തടുക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഗാച്ചു ആണെങ്കിൽ അവൻ്റെ ഫുൾ സാൻഡ് ടെക്നിക്ക് അവൻ്റെ നേരെ യൂസ് ചെയ്യുകയാണ്. ആ സോൾ റിപ്പർ അവിടെ നിന്ന് ചാടി രക്ഷപ്പെടുകയാണ്. അതിൽ നിന്ന് നമ്മുടെ ഗാച്ചു ആണെങ്കിൽ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ബോംബാണെങ്കിൽ ആ സോൾ റിപ്പറിന് നേരെ എറിയുകയാണ്. സോ അത് ആകാശത്തിൽ നിന്ന് ഒരു ഫയർ വർക്ക് പോലെ തന്നെ പൊട്ടുകയാണ്. ഇത് നമ്മുടെ ഇച്ചിഗോയും അപ്പുറത്ത് നിന്ന് കാണുന്നുമുണ്ട്. നോക്കുന്ന സമയത്ത് നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ അവനെ ആക്രമിക്കാൻ വന്ന എല്ലാ സോൾ റിപ്പറിനെ അടിച്ച് നിരത്തി തറയിലിട്ടിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് 11th ഡിവിഷൻ ക്യാപ്റ്റനായിട്ടുള്ള സെറാക്കിനെയാണ്. അയാൾക്ക് വീണ്ടും വഴിതെറ്റുന്നു. എവിടെ കൂടെ പോയാലും വഴിതെറ്റുവാണല്ലോടി എന്ന് പറയുകയാണ്. സോ ഇതേ സമയം തന്നെ ദേഷ്യം വന്ന നമ്മുടെ സെറാക്കി ആണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന എല്ലാ മതിലും അടിച്ച് നശിപ്പിച്ച് അങ്ങനെ വഴി കണ്ടുപിടിക്കാമെന്ന് വിചാരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഒരു റൂഫ് ടോപ്പിൽ കയറിയിരിക്കുന്ന നമ്മുടെ ഇഷിതേനെയും അതുപോലെ തന്നെ ഒരു ഹിമിനെയുമാണ്. നമ്മുടെ ഇഷിത പറയുകയാണ്, സെറാക്കിൻ്റെ സ്പിരിച്വൽ പവർ ഉണ്ടെങ്കിൽ എനിക്കത് താങ്ങാൻ വേണ്ടി സാധിക്കുന്നില്ല, അത് വളരെയധികം കൂടുതലാണ്. സെറാക്കി ഉറപ്പായിട്ടും ഇച്ചിഗോൻ്റെ പുറകെ ആയിരിക്കും പോകുന്നത്. സെറാക്കി എന്ന് പറയുന്നത് വളരെയധികം വലിയൊരു മോൺസ്റ്ററിനെ പോലെയാണ് എന്ന് നമ്മുടെ ഇഷിത ഒരു ഹിമിനോട് പറയുകയാണ്. എന്നാൽ ഇതേ സമയം തന്നെ വലിയൊരു സോൾ റിപ്പർ വന്നിട്ട് നമ്മുടെ ഒർഹിമിനെ ആക്രമിക്കാൻ വേണ്ടി വരികയാണ്. നമ്മുടെ ഒർഹിമി ചത്തെന്നായിരിക്കും നമ്മളെല്ലാവരും വിചാരിക്കുന്നത്. എന്നാൽ അപ്പുറത്ത് നിൽക്കുന്ന നമ്മുടെ ഇഷിതനെ ആയിരിക്കും പിന്നീട് കാണിക്കുന്നത്. നമ്മുടെ ഇഷിത മനസ്സിൽ വിചാരിക്കുകയാണ്, ഇത് വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കളിയായിരിക്കും. നോക്കുന്ന സമയത്ത് നമ്മുടെ ഇഷിതയാണെങ്കിൽ ഒർഹിമിനെ അവിടെ വെച്ച് രക്ഷിച്ച് നിൽപ്പുണ്ട്. നമ്മുടെ ഒർഹിമിക്ക് ഒരു പോറൽ പോലും പറ്റിയിട്ടില്ല. നമ്മുടെ ഇഷിതയാണെങ്കിൽ ഒർഹിമിനോട് പറയുകയാണ്, ഈ സോൾ റിപ്പർ വളരെയധികം ഡേഞ്ചറസുമാണ്, അതുപോലെ തന്നെ വളരെയധികം പവർഫുൾ ആണ്. എന്നാൽ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഈ സോൾ റിപ്പറിനോട് ഫൈറ്റ് ചെയ്തിരിക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇഷിതയാണെങ്കിൽ അതുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു. മര്യാദയ്ക്ക് എൻ്റെ കൂടെ പെട്ടെന്ന് വന്ന് ഫൈറ്റ് ചെയ്യാൻ ആ സോൾ റിപ്പർ പറയുന്നു. ഇതേ സമയം തന്നെ നമ്മുടെ ഒർഹിമയും അതുപോലെ തന്നെ ഇഷിതയുമാണെങ്കിൽ ആ സോൾ റിപ്പറിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നു. ആ സോൾ റിപ്പർ ഓടി വന്നിട്ട് അവരെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നമ്മുടെ ഇഷിതയാണെങ്കിൽ എങ്ങനെയൊക്കെയോ ഒർഹിമിനെ രക്ഷിച്ചിട്ട് ആ റൂഫ് ടോപ്പിൽ നിന്ന് അറിയാതെ താഴേക്ക് വീഴുകയാണ്. ഉരുണ്ട് താഴേക്ക് നമ്മുടെ ഇഷിത
വീഴുകയാണ്. അതേസമയം തന്നെ നമ്മുടെ ഒർഹിമയുടെ പവറായിട്ടുള്ള ഷുൻഷുൻ റിക്കകത്തിലെ ഒരു ഷുൻഷുൻ റിക്കനെ അവിടെ പുറത്തെടുക്കുകയാണ്. ആ ഷുൻഷുൻ റിക്ക നമ്മുടെ സോൾ റിപ്പറുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ സോൾ റിപ്പർ വളരെയധികം സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ അതിനെ ഒറ്റയടിക്ക് തന്നെ ഡിഫീറ്റ് ചെയ്യുകയാണ്. അതിന് ഒരുപാടധികം മുറിവേൽക്കുകയാണ്. അങ്ങനെ ആ സോൾ റിപ്പർ ഒർഹിമിനെ ഇപ്പം കൊല്ലുവിടാന്ന് പറഞ്ഞ് നോക്കിയിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഇഷിത അങ്ങോട്ട് വന്നിട്ട് ഒരു അമ്പാണെങ്കിൽ ആ സോൾ റിപ്പറിന് നേരെ വിടുകയാണ്. ആ സോൾ റിപ്പറിന് ഒരു ചെറിയ മുറിവ് നമ്മുടെ ഇഷിത അവിടെ വെച്ചുണ്ടാക്കുന്നുണ്ട്. ഏയ്, ഞാനിവിടെ വന്ന് നിൽക്കുമ്പോൾ നീ എന്തിനാണ് ആ പെൺകുട്ടീനെ ആക്രമിക്കുന്നത്? ഇത് വളരെയധികം ഡേർട്ടി ആയിട്ടുള്ള ഒരു കാര്യമല്ലേ? ഇതേ സമയം തന്നെ നമ്മുടെ സോൾ റിപ്പർ ആണെങ്കിൽ ഞാൻ എന്തൊക്കെ സംഭവിച്ചാലും നിന്നെ ഞാൻ തോൽപ്പിച്ചിരിക്കുമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ ടെക്നിക്കായിട്ടുള്ള ഷുറിക്കേൻ ടെക്നിക്ക് അവിടെ വെച്ച് യൂസ് ചെയ്യുന്നു. ഒരുപാടധികം ഷുറിക്കേൻ അവനെ ചുറ്റും ഓടുന്നു. അത് ആ സോൾ റിപ്പറിന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഇഷിത വിട്ടുകൊടുക്കുമോ? അവൻ്റെ ആണെങ്കിൽ അമ്പ് ടെക്നിക്ക് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ആ ഷുറിക്കേനെ എല്ലാത്തിനെയും ചുമ്മാ അങ്ങ് ഇല്ലാതാക്കുകയാണ് നമ്മുടെ ഇഷിത. എന്നിട്ട് ആ സോൾ റിപ്പർ ആണെങ്കിൽ വളരെയധികം ഞെട്ടുന്നുണ്ട്. അവനിനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ആ സോൾ റിപ്പർ അവിടെ വെച്ച് സലണ്ടർ ആകുകയാണ്. ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് വിചാരിച്ച് നമ്മുടെ ഒർഹിമ അവിടെ വിഷമിച്ചിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് സോൾ റിപ്പേഴ്സിന്റെയൊക്കെ ക്യാപ്റ്റനായിട്ടുള്ള മയൂരിനെയാണ്. ഇവിടെ കുറച്ച് നുരഞ്ഞ നേട്ടക്കാൾ വന്നിട്ടുണ്ടല്ലോ. ബാക്കിയുള്ള സ്ക്വാഡിന് കിട്ടുന്നതിന് മുമ്പ് തന്നെ അത് നമുക്ക് കിട്ടണം. കാരണം ആ നുരഞ്ഞു കയറ്റക്കാർ എനിക്ക് നല്ലൊരു എക്സ്പെരിമെൻ്റ് ആയിരിക്കും. ഈ സോൾ സൊസൈറ്റിയിൽ തന്നെ വളരെയധികം എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന ഒരു ക്യാപ്റ്റനാണ് ഈ ക്യാപ്റ്റൻ. സോ ഈ ക്യാപ്റ്റൻ ആണെങ്കിൽ നമ്മുടെ ഇച്ചിമോനെ ഗ്യാങ്ങിനെയും എക്സ്പെരിമെൻ്റ് ചെയ്യാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. അങ്ങനെ അവർ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അങ്ങോട്ടൊരു മെസ്സഞ്ചറായിട്ടുള്ള ഒരു ബട്ടർഫ്ലൈ വരുന്നത്. അങ്ങനെ ആ ക്യാപ്റ്റൻ്റെ കൂടെ ഇരുന്ന ആ പെൺകുട്ടിയുടെ കയ്യിലേക്ക് അത് വന്നിരുന്നിട്ട് പറയുകയാണ്, മഹോരാനെ ഇവിടെ കയറി വന്നിട്ടുണ്ടായിരുന്ന 500 കയറ്റക്കാർ ഡിഫീറ്റ് ചെയ്തിരിക്കുന്നു. ഇത് കേട്ടുടനെ തന്നെ ആ ക്യാപ്റ്റൻ അങ്ങ് ഞെട്ടിപ്പോവുകയാണ്. അങ്ങനെ ആ ക്യാപ്റ്റൻ മഹോരാന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. എന്നിട്ട് ആ പെൺകുട്ടിയോട് പറയുകയാണ്, എന്തൊക്കെ സംഭവിച്ചാലും ഇവിടെ കയറി വന്നിട്ടുണ്ടായിരുന്ന ആ 500 കയറ്റക്കാരെ പിടിച്ചേ പറ്റൂ. അതുമാത്രമല്ല അവർ വളരെയധികം പവർഫുള്ളാണ്. അത് നിങ്ങൾ ആലോചിച്ചു കൊള്ളണം. അതുമാത്രമല്ല അവരെ പിടിച്ചേ പറ്റൂ എന്നാണ് ക്യാപ്റ്റൻ പറയുകയാണ്. അവിടെ വെച്ച് ബ്ലീച്ചിൻ്റെ സീസൺ 2 അതിലെ 8ാമത്തെ എപ്പിസോഡും 11ാമത്തെ എപ്പിസോഡ് നമ്പർ കൗണ്ട് 28 അവസാനിക്കുന്നു. സോ ഗൈസ്, നിങ്ങൾക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുമാത്രമല്ല കുറേ പേര് കമൻറ്റ് ചെയ്ത് പറയുന്നൊരു കാര്യമാണ് എപ്പിസോഡിൻ്റെയൊക്കെ ലെങ്ത് വളരെയധികം കുറയുന്നുണ്ടെന്ന്. സോ സംഭവം എന്ന് വെച്ചാൽ ആ എപ്പിസോഡിനകത്തിൽ വലുതായിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനില്ല. ഞാൻ വെറുതെ നിങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്ത് ചുമ്മാ നിങ്ങളുടെ സമയം കളയുന്നില്ല. സോ അതുകൊണ്ടാണ് ഞാൻ വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കുന്നത്. സോ വേണമെങ്കിൽ ഞാൻ ലെങ്ത് കൂട്ടാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ. അല്ലാതെ വലുതായിട്ട് അതിലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനില്ല. നിങ്ങളുടെ സമയം വെറുതെ പോകത്തേ ഉള്ളൂ. സോ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയുക. സോ ഗൈസ്, അടുത്ത ദിവസം അടുത്തൊരു എപ്പിസോഡ് വരുന്നവരേക്കും ടാറ്റ ബൈ.